ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ആയത്തുള്ള ഖാംനയെ ഇന്നും വലിയ ഒരു പശ്ചിമേഷ്യയിൽ തന്നെയല്ല, ലോകത്ത് തന്നെ ഏറ്റവും നമ്പർ 1 യശസ്സാറും നട്ടിലുള്ള ഒരു ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്ന ഒരു ആളായി മാറിയിരിക്കുകയാണ്. അതിനേറെ സഹായിച്ചിട്ടുള്ളത് ഒന്ന് നെതന്യാഹുവാണ്, രണ്ടാമത് ട്രംപാണ്. ട്രംപിനെക്കുറിച്ച് നീ ഒരു ക്രിമിനലാണ് എന്ന് പറഞ്ഞിട്ട് പോലും മിണ്ടാതെ നീ ഒരു സിക്ക് നീ ഒരു രോഗിയാണെന്ന് തൽക്കാലം പറഞ്ഞ് തടി തപ്പിയിട്ടുള്ള ആളാണ് ഈ ലോക പോലീസായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള അയാൾ സ്വന്തമായി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ട്രംപ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഗുണങ്ങൾ? സമാധാനത്തിൻ്റെ ഭാഗമായി കാണുന്ന എല്ലാ മേഖലയിലും തുരപ്പ് വെച്ചിട്ട് ട്രംപ് അണ്ണനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് പഠനം നടത്തുക എന്നുള്ള ഏറ്റവും മികച്ചൊരു ഗുണം, ഏറ്റവും നാശം പിടിച്ച ഒരു ഗുണം. അതുകൊണ്ട് തന്നെ ആ ട്രംപ് ഇപ്പം ഈ നെതന്യാഹുവിന് അത്ര കണ്ട് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവസാന യുദ്ധത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടന്നപ്പം നെതന്യാഹു പോയി പറയുന്നുണ്ട്, ഇപ്പം സംഭവമൊക്കെ ചെയ്താൽ ഞങ്ങളുടെ രാജ്യം ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളത്. എന്താണ് ആ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് 22,000 ആളുകൾ അറസ്റ്റ് ചെയ്തു എന്ന പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്? അതിൽ വിദേശികളാണ് പരമാവധിയും എന്നുള്ളത് പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരു അജണ്ട നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇവരൊക്കെ ആ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയിട്ടായിരുന്നത്. മാർക്കോബി എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഐസിയയുടെ ആ തലതൊട്ടപ്പനായിട്ടുള്ള ആൾ പറയുന്നുണ്ട്, 2026 പിറക്കുന്നതിൻ്റെ എല്ലാ ആശംസകളും, ഇറാൻ്റെ മണ്ണിൽ പുതിയൊരു യുഗം പിറവിയെടുക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന മൊസാദിൻ്റെ എല്ലാവർക്കും 2026 ആശംസകൾ നേരുന്നു എന്ന് അവിടെ വെച്ചിട്ട് പറയുമ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? ഇവിടെ ഭരണത്തെ താഴേക്കിടണം, ലോകത്ത് ഇത്രമേൽ അപകടം പിടിച്ച ഭരണം വേറെ ഇല്ല എന്നുള്ള ഒരു കണ്ടുപിടുത്തവും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് ഇവരിവിടെ വരുന്നത്. 22,000 ആളുകൾ മൊസാദിൻ്റെത് മാത്രമായി എന്ന് പറയുന്നു. മൊസാദിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പ്രവർത്തിച്ച കുറുതുകളും എന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും മൊസാദിൻ്റെ ആളുകളായി പിടിക്കപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു ക്രൗഡ് ആ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് ഇറാൻ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആയത്തുള്ള ഖാംനയെ പറയുന്നുണ്ട്, തൻ്റെ രാജ്യത്തെ ജനങ്ങളോട് മാന്യമായി പെരുമാറാനാണ് ഭരണകൂടം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഒരു ഒറ്റുകൊടുക്കുന്ന ആ ഒരു രീതിക്കുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പിന്മാറണം. അല്ല, പൗരന്മാരുടെ പരിഗണന പോലും നിങ്ങൾക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകും. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണയിലൂടെ നിങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കണം. ഇവിടെ നടക്കുന്നത് വിദേശികളുടെ അരാജകത്വമാണ്, നമ്മുടെ നാടിനെ നശിപ്പിക്കാനാണ്. ആ ഭരണകൂടം ആ പറയുന്നത് കൃത്യമായി കേട്ടതിൻ്റെ പേരിൽ ഒരുപാട് ഇറാനികൾ അതിൽ നിന്ന് മാറുകയും തുടർന്ന് അങ്ങോട്ട് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയപ്പം 100 കണക്കിന് പള്ളികൾ മൊസാദിൻ്റെ ലക്ഷ്യസ്ഥാനമായി മാറുകയും ചെയ്തു. അവിടെ നിന്നെല്ലാം പിടിച്ചെടുത്തതാകട്ടെ ഒരുപാട് മൊസാദിൻ്റെ തെളിവുകളാണ്. ലഘുലഘുകൾ, അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള വെടിക്കോപ്പുകൾ, ആയുധങ്ങൾ ഒക്കെ. അവസാനം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ആയത്തുള്ള ഖാംനയെ, രാജ്യം 2 തവണ ഇത് അഭിമുഖീകരിച്ചതാണ്. ഒന്ന് 1979-ലും 2022-ലും. ഇത് രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോർമുലകളായിരുന്നെങ്കിൽ പോലും അതൊക്കെ അതിജയിച്ച് വന്ന ആളായത് ഈ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു ഗവൺമെൻറ് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ ജയിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എണ്ണം കുറയുമെന്നുള്ള ഒരൊറ്റ വലിയ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തോടുകൂടെ ആ രാജ്യത്തുള്ള നല്ല മനുഷ്യന്മാരായ ആളുകളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കിനി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തു നിന്ന് പിന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പാർക്കുന്നിടങ്ങൾ, ഒളിത്താവളങ്ങൾ ഒക്കെ ഞങ്ങളെ സർക്കാരിന് ഞങ്ങൾ തന്നെ കാണിച്ചു കൊടുക്കും. അത് വലിയൊരു അനുഗ്രഹമായി ആ ഗവൺമെൻറ്റിന് സാധിച്ചു, അല്ലെങ്കിൽ കിട്ടിയെന്നുള്ളതാണ്. എല്ലാ ഒളിത്താവളങ്ങളും നാട്ടുകാർ തന്നെ രാജ്യത്തെ ഈ ക്രമസമാധാന പാലകന്മാർക്ക് അതോ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുകയും 22,000-ത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇന്ന് അവരൊക്കെ ഉള്ളത് ജയിലുകളിലാണ്. മൊസാദിൻ്റെതാണെന്ന് പറയുന്നു. അതിലുപരി 1000-ഓളം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി എന്നും പറയുന്നു. അത് അനോണിമസ് ആയിട്ടുള്ള ന്യൂസുകളാണ് വരുന്നത്. അതുകൊണ്ട് അത്ര കണ്ട് നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. എങ്കിലും അവിടെ പറയുന്നത് ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഒരു വാർത്താ മാധ്യമം, അദ്ദേഹം ഒരു ജേണൽ എഴുതുന്നുണ്ട്, 1000-ഓളം വരുന്നവരെ ഇതിനോടകം തന്നെ ഇറാൻ വകവരുത്തി കഴിഞ്ഞു. ഈ ട്രംപിനെയൊന്നും അവർക്ക് വലിയ നിശ്ചയമൊന്നുമില്ല, അവർക്ക് വലിയ പേടിയൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു ദയയും ഇറാൻ്റെ ഭാഗത്തുനിന്ന് കാണാനോ അല്ല പ്രതീക്ഷിക്കാനോ ഒരു വകയില്ല എന്നുള്ളത് യുദ്ധവിദഗ്ധരായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ എഴുതി വെക്കുമ്പോൾ കൃത്യമായി അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. 22,000-ൽ 21,000 പേരും അവിടെ തന്നെ പല ജയിലുകളായിട്ട് ഇരുൾമുറ്റിയ അണ്ടർഗ്രൗണ്ട് ജയിലിലൊക്കെ ആയിട്ട് ഇപ്പം
അവരങ്ങനെ കഴിച്ചു കൂടുകയാണ്. എന്താ ഇപ്പം അവസ്ഥ ഉണ്ടായതെന്ന് ചോദിക്കുമ്പം പഴയകാല ഇറാൻ എന്നും യശസ്സാർന്ന് മുന്നോട്ട് പോയപ്പം ഇന്നും അതിനേക്കാൾ ഉപരി യശസ്സോടെ അടിച്ചമർത്തുകയും വൈദേശിക ആധിപത്യങ്ങളെ ഒരു നാമ്പ് പോലും ബാക്കിയാക്കാതെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് അമേരിക്കൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ട്രംപ് ആ കാര്യത്തിൽ ഇനി ഒരു ആയുധ പരിശീലനമോ ആയുധ ഇടപെടലുകളോ ഇറാൻ്റെ ഭാഗത്തേക്ക് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അവിടെ പരാജയപ്പെട്ടത് ട്രംപാണ്, കൂടെ നെതന്യാഹുവാണ്. ആ നെതന്യാഹുവിൻ്റെ സ്വപ്നമായിരുന്നു ഗ്രേറ്റർ ഇസ്രായേൽ പെടുന്നനെ സാധ്യമാക്കാം, 2027 മുമ്പേ സാധ്യമാക്കാം എന്നുള്ളത്. പക്ഷെ അത് സാധിക്കുമോ എന്നുള്ളത് ഇനിയും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ശാന്തമായ സ്ട്രീറ്റുകളാണ്. എന്ത് വിപത്തുകളൊക്കെ നടമാടിയിട്ടുള്ള ടെഹ്റാൻ്റെ മെയിൻ സിറ്റികളൊക്കെ ഇന്ന് സാധാ ജീവിതത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ട്രംപിന് പിടിക്കുന്നില്ല, നെതന്യാഹുവിന് പിടിക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടെയുള്ളൊരു സമീപനം, ഇച്ഛാശക്തിക്ക് വേണ്ടി ആ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്, അല്ലാതെ മറ്റൊന്നുമല്ല. 22,000 എന്ന് പറയുന്നത് ചില്ലറ ആളല്ല. അത് ഒരുപക്ഷെ നെതന്യാഹുവിൻ്റെ അമ്പിളിയായിട്ട് ട്രംപിൻ്റെ ഏറ്റവും വലിയ ഫാൾട്ടായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. കാരണം 22,000 കൂലി തൊഴിലാളികളെ മൊസാദിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അതിനെ നെതന്യാഹുവും ട്രംപും പറഞ്ഞു, ഒരിക്കലും കൊല്ലപ്പെടാൻ പാടില്ലാത്തവർ പോലും ഇറാൻ വധിച്ചു കളഞ്ഞു, അവരുടെ അങ്ങേ അറ്റത്തെ കളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഏറ്റവും തലതൊട്ടപ്പനായിട്ടുള്ള ആ മൊസാദിൻ്റെ നേതാക്കളൊക്കെയും ഈ ഭരണകൂടത്തിൻ്റെ കീഴിൽ അടിച്ചമർത്തപ്പെടലിൻ്റെ ഭാഗമായിട്ട് കൊല ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ 21,000 ആളുകൾ തുലാസിലാണെന്ന് മനസ്സിലാക്കാം. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹവുമാണ്. കാരണം ഇത്ര ആളുകളുടെ ശല്യങ്ങൾ ഇനി അവിടെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. മൊസാദിന് അണിചേർന്ന് കണ്ണുചേർന്ന് പ്രവർത്തിക്കാൻ ഇറാനിൽ പഴയ പോലെ ആളുകളെ കിട്ടുന്നില്ല എന്ന റിപ്പോർട്ടുകളും ഇതിൻ്റെ കൂടെ വായിക്കാൻ പറ്റും. ഈ 22,000 ആളുകൾ എന്ന് പറയുന്നത് പല പ്രവിശ്യകളിൽ നിന്ന് എടുത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ പല പ്രവിശ്യകളിലും മൊസാദിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങേയറ്റം മന്ദീഭവിച്ചു പോയിട്ടുണ്ട്. ഇനിയുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇറാൻ്റെ മുകളിൽ ആണവായുധങ്ങളോ അല്ലെങ്കിൽ അവരുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കുക എന്നതിലുപരി ഒരു നിലക്കും ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടെയാണ് ഇസ്രായേൽ, അമേരിക്ക, ട്രംപ് ഉൾപ്പെടെയുള്ള നാട്ടുകാർ അല്ലെങ്കിൽ രാജ്യങ്ങൾ നിൽക്കുന്നത്. ഇനിയാണ് ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നത്, ഇനിയുള്ള യുദ്ധം തുടങ്ങുകയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് രണ്ടുപേരും ഇറങ്ങും. നെതന്യാഹു ആണെങ്കിലും ട്രംപ് ആണെങ്കിലും ഇവരെ ഇനി ഇങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ള രീതിക്ക് ഈ കാര്യത്തിൽ വലിയ വലിയ യുദ്ധോപകരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം അവരുടെ എല്ലാ സ്ട്രാറ്റജിയും പരാജയപ്പെട്ടു പോയി എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. 22,000 പേരിൽ 21,000 ആളുകൾ ഇനി ആ ജയിലറകളിൽ ശേഷിക്കുമോ അല്ല അവിടെ തന്നെ ഒടുങ്ങുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. ഇസ്രായേൽ റിപ്പോർട്ടുകൾ നമുക്ക് ഇവരെക്കുറിച്ച് എന്ത് പറയുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഭാഗമാണ്. ഈ ടൈംസ് ഓഫ് ഇസ്രായേലിന് മറ്റൊരു വിഷയം കൂടിയുണ്ട്. വിഷയം കത്തിക്കാൻ ആളുകളുടെ എണ്ണം കൂട്ടി പറയുന്നതിലും മിടുക്കനാണ്. മറ്റൊരു വിഷയത്തിൽ കാണാം. എല്ലാവർക്കും നന്ദി.